ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്നലത്തെ എപ്പിസോഡിൽ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, റാങ്കിങ് ടാസ്ക്. ആ ടാസ്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ലൈവില് പകുതി മുതലേ കാണാനായിട്ട് പറ്റുള്ളൂ. അതായത് 6ാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ജാസ്മിൻ്റെയും സായിയുടെയും ഒരു തർക്കം മുതലാണ് കാണാനായിട്ട് പറ്റിയത്. ഇന്നലത്തെ എപ്പിസോഡും എനിക്ക് കാണാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് അതിന് മുമ്പ് നടന്ന സംഭവങ്ങൾ എന്താണെന്നുള്ളത് അറിയാൻ പറ്റിയില്ല. ഞാൻ കുറച്ച് മുമ്പാണ് ആ എപ്പിസോഡ് ഹോട്ട്സ്റ്റാറിൽ കണ്ടത്. അപ്പോഴാണ് ആദ്യത്തെ ഭാഗത്ത് നടന്ന ഒരു കോൺവെർസേഷൻ മനസ്സിലായത്. അതായത് ജിൻഡോ 1ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. അവിടെ ആദ്യം നന്ദനയാണ് 1ാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് തർക്കിക്കുന്നത്. അവിടേക്ക് സിജോ ജിൻഡോയുടെ പേര് വലിച്ചിഴക്കിയാണ്. എന്നിട്ട് സിജോ പറയുന്നത്, ജിൻഡോ പോലെ ഒരു വ്യക്തി ഈ 1ാം സ്ഥാനം കൈക്കലാക്കി കഴിഞ്ഞാൽ ഇത് ബിഗ് ബോസിന് തന്നെ അപമാനമാണ്. ജിൻഡോ പോലെ ഒരു വ്യക്തി ബിഗ് ബോസിന് അവിടെ വന്നു നിന്നാൽ, അതായത് 1ാം സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ ബിഗ് ബോസിന് തന്നെ ഒന്നടങ്കം അപമാനമാണ് എന്നാണ് സിജോ പറയുന്നത്. അതേപോലെ തന്നെ ചീഞ്ഞളിഞ്ഞ് നാറിയ കളികളാണ് ജിൻഡോ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സിജോ അവിടെ പറയുന്നത്. അപ്പോൾ എല്ലാവരും അതിനെ ചുറ്റും നിന്നിട്ട് 1-2 പേരെ കൈയടിക്കുന്നുണ്ട്. അതായത് നോറയാണ് മെയിനായിട്ട് ഈ സിജോ ഈ പറയുമ്പോൾ കൈയടിക്കുന്നത്. പക്ഷെ എന്ത് അപമാനമാണ് ജിൻഡോ ഈ 1ാം സ്ഥാനത്ത് നിന്നാൽ ഉണ്ടാവുക എന്നുള്ളത് കൂടെ സിജോ ഇനി വ്യക്തമാക്കേണ്ടി വരും. കാരണം ഒരു കണ്ടസ്റ്റന്റ് 1ാം സ്ഥാനത്ത് വരുമ്പോൾ അവിടെ സെലക്ട് ചെയ്ത എല്ലാവരും, അതായത് ബിഗ് ബോസിന്റെ വീടിനകത്തേക്ക് വരുന്ന എല്ലാവരും ബിഗ് ബോസിന്റെ ആളുകളെ സെലക്ട് ചെയ്ത് വിടുന്നതാണ് അല്ലെ. അപ്പൊ അവിടെ ഒരാള് വിജയിച്ചു വരുന്നത് ആ ബിഗ് ബോസിന് തന്നെ നാണക്കേടാണ് എന്ന് മറ്റൊരു മത്സരാർത്ഥി പറയുമ്പോൾ അതിന്റെ സെലക്ഷൻ കമ്മിറ്റിയിലുള്ള അല്ലെങ്കിൽ അവരെ സെലക്ട് ചെയ്ത ആളുകൾ തന്നെയാണ് മോശം ആയി വരുന്നത് അല്ലെ. ബിഗ് ബോസിന്റെ സൈഡിലുള്ള സെലക്ഷൻ കമ്മിറ്റിയിലുള്ള ആളുകൾ തന്നെയാണ് മോശമായി വരുന്നത്. കാരണം അവിടെ എത്തിയവര് എല്ലാവരും ഈ ബിഗ് ബോസിലെ 1ാം സ്ഥാനത്തിന് അർഹരാണ് എന്നുള്ളത് കണ്ടുകൊണ്ടാണല്ലോ അവിടേക്ക് വിടുന്നത്. അപ്പോൾ സിജോ ഈ പറയുന്നത് വ്യക്തിപരമായി ജിൻഡോയെ അപമാനിക്കാൻ വേണ്ടി മാത്രമാണ് എന്നുള്ളതാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത്.